നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് വണ്ടിത്താവളം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ. നമ്മുടെ അക്രമൽ ടീമിനോടൊപ്പമാണ് വന്നിട്ടുള്ളത്. അറക്കൽ കമ്മിറ്റിയോടൊപ്പം നമ്മൾ വൈബാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളിവിടെ എത്തുന്നതിന് മുന്നേ നല്ല ആവേശവും ആഘോഷവും തന്നെയായിരുന്നു കേട്ടോ വണ്ടിക്കുള്ളിൽ. അതിനിടയിൽ നെഞ്ചൊക്കെ നന്നായിട്ടൊന്ന് ഇടിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴിയിൽ നല്ല ഇരുട്ട് മൂടിയ മഴക്കാറും നല്ല ഇടിവുകളും മഴയെല്ലാം കിട്ടി ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടെൻഷൻ വന്നായിരുന്നു കേട്ടോ. വന്ന യാത്ര വെറുതെ ആയി പോകുമോ എന്നുള്ള കാര്യങ്ങൾ കൊണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞതും കരട്ടിക്കുട്ടൻ ഞാൻ കണ്ടത് ഓടി വന്ന എന്നെ നന്നായിട്ടൊന്ന് ഭയപ്പെടുത്തിയിട്ടാ. നമ്മളിവർ ഒറിജിനൽ അല്ലെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് ഇവരൊന്ന് നമ്മൾ പേടിച്ചു പോകും അല്ലേ. അങ്ങനെ ഇത്തിരി നേരം ഇവരുടെ കളിയെല്ലാം കണ്ടിരിക്കുന്ന സമയത്ത് കമ്മിറ്റിയിൽ പെട്ട എല്ലാവരും വന്നായിരുന്നു കേട്ടോ. അതായത് നല്ല കമ്മിറ്റിക്കാരായിരുന്നു. അറക്കൽ കമ്മിറ്റിയോടൊപ്പമാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഷമീമാണ്. നമുക്ക് വേണ്ട സൗകര്യങ്ങൾ വേണ്ടതുപോലെ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് കെയർ ചെയ്തു. നമ്മൾ റെസ്റ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര നല്ല കമ്മിറ്റിക്കാരായിരുന്നു. ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ചൊരു പ്രത്യേകത ഞാൻ എടുത്തു പറഞ്ഞു കേട്ടോ. ഗജവീരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല അല്ല. അതിന് മുന്നേ ഞാനൊരു പ്രത്യേകത എടുത്തു പറയാം. അതായത് നമ്മുടെ ഈ ഗജവീരന്മാർ തലകെട്ട് കെട്ടിയിട്ട് നിൽക്കുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ മുൻവശത്താണ് കേട്ടോ. നമ്മളെ പൂരോ പരിപാടിയോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ഒരു പള്ളിയിലെ നേർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ മുൻവശത്തു നിന്നാണ് നമ്മുടെ ഗജവീരന്മാർക്ക് തലകെട്ടൊക്കെ കെട്ടിയിട്ട് മിടുക്കന്മാരായിട്ട് നമ്മുടെ പള്ളിയിലോട്ട് നമ്മൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടതായിട്ടുള്ള രീതിക്കായി എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ അണിനിരത്തിയിട്ടുള്ള നമ്മളെ ഗജവീരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ. അക്രമശേഖരൻ, ആമ്പാടി ബാലൻ, അതുപോലെ തന്നെ പാമ്പാടി സുന്ദരൻ, പിന്നെ എല്ലങ്കോട് നമ്മുടെ നിതീഷേട്ടൻ്റെ 3 ആനകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നിതീഷേട്ടൻ്റെ ഗിയർ ഓഫിൽ ഒന്ന് നമ്മുടെ നീലകണ്ഠനും പിന്നെ എനിക്ക് ബാക്കി ലിബർട്ടി ഉണ്ണിക്കുട്ടൻ വേറൊരു ആനയുടെ പേര് വല്ലാതെ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവരാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ജനങ്ങളുടെ നായകനായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് വന്നതിൽ എനിക്ക് ഏറ്റവും കാര്യമായിട്ട് തോന്നിയത് എല്ലാ ആനകളെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. അതിലേറെ സന്തോഷം തന്നത് എന്താണെന്നറിയോ? കൊല്ലങ്കോട് നിതീഷേട്ടനെ ഞാൻ ഒരുപാട് ആളുകളുടെ വായിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കാണുക, അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ഏറെ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഇന്നിവിടെ വന്നപ്പോൾ സാധിച്ചു എന്നുള്ള ആ ഒരു സന്തോഷം കൂടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആനയുടെ പിറകിലൊക്കെ നടന്ന് ഇങ്ങനെ ക്ഷണിച്ചു കേട്ടോ. അപ്പോൾ വിശപ്പൊക്കെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വിളിച്ചുണർത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അക്രമശേഖരൻ്റെ മാനേജറാണ് കേട്ടോ. ബ്ലൂ കളർ ഷർട്ട്, പേര് റിയാസ് എന്നാണ്. അപ്പോൾ റിയാസ്ക്ക് പറഞ്ഞു, എന്താ വിശക്കുന്നുണ്ടാ, വരൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ കനമായിട്ട് തന്നെ കഴിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് വയറ് നിറയെ ബീഫും ചിക്കൻ ചില്ലിയും പൊറോട്ടയൊക്കെ കഴിപ്പിച്ച് വയറ് നിറച്ച് തൃപ്തിയായിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി കുശലം പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അക്രമൽ ശേഖരൻ്റെ ലോറി ഡ്രൈവറാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇവിടെ മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വിട്ടുപോയി എന്നുള്ളത് ഓർത്തുപോയത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്രമശേഖരനും ആമ്പാടി ബാലനും ഒഴികെ ബാക്കി 3 ആനകളുണ്ടല്ലോ, അത് നമ്മുടെ വണ്ടിത്താവളത്തുള്ള ഹക്കീം കെ ആണ് കേട്ടോ നമ്മുടെ ഈ കമ്മിറ്റിക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇവിടെ വണ്ടിത്താവളത്തിൽ ഹക്കീംകാട് ഉടമസ്ഥതയിൽ സ്ഥിതി ചെയ്യുന്ന KSA വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കയറ്റുമതിയും ഇറക്കുമതിയോട് കൂടിയിട്ടുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വണ്ടിത്താവളത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ എടുത്തു പറയാം കേട്ടോ. അതായത് സന്ധ്യസമയം 5 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം ഒരു 10 മണി വരെ ഉള്ളൂ കേട്ടോ. മാക്സിമം 10 മണി വരെ പോകുന്നുള്ളൂ പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് ആനക്കും ആനക്കാർക്കും നമുക്ക് കമ്മിറ്റിക്കാർക്കാണെങ്കിലും ആസ്വദിക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും പക്ക ഫ്രീ ടൈമാണ്. അത് കഴിഞ്ഞാൽ പുലർച്ചെ ഒരു 7 മണി 7:30 ആകുമ്പോൾ തുടങ്ങിയ അതും ഒരു 10 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ആനക്ക് ചൂടിൽ നിന്നും ഒരുപാട് സമാധാനം കിട്ടും, ഒരുപാട് റെസ്റ്റ് കിട്ടും, ഒരുപാട് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് കണ്ട് ആസ്വദിക്കാനും പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
നമ്മുടെ അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു 7:30 സമയമാകുമ്പോഴത്തേക്കും ഞാൻ അതേ ഡ്രസ്സിൽ തന്നെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് ഞങ്ങൾ ഒറ്റ ഡ്രസ്സാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം നമ്മൾ അന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. വരുന്ന സമയത്ത് കുറച്ചധികം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരെയും അനിയന്മാരെയും ചേച്ചിമാരെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ സന്തോഷം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവും. കാര്യം നിങ്ങൾക്ക് എന്നെ വീഡിയോയിലൂടെയെങ്കിലും കാണാൻ പറ്റും. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ പെട്ടവർ ആരൊക്കെ എവിടെയൊക്കെ കിടക്കണമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആനകളൊക്കെ വീണ്ടും പിറ്റേ ദിവസത്തെ പരിപാടി ഒരു 7 മണി മുതൽ 10 മണിക്ക് വരെയുള്ള ഉത്തരവാദിത്വ കർമ്മങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഒരു 3 മണിക്കൂറും കൂടെ കഴിഞ്ഞ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നല്ല അടിപൊളി ദഫൊക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ. എതിരെ വരുന്ന കമ്മിറ്റി നമ്മുടെ ഹൈ റേഞ്ച് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്. അവിടെ 5 ആന പരിപാടി തന്നെ ആയിരുന്നു. നമ്മൾ കൊണ്ടുപോയതും 5 ആന പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ ഉള്ളത് തെടമ്പാന വന്നിട്ട് പുതുപ്പള്ളി കേശവനും അതുപോലെ തന്നെ കൊളക്കാടൻ ഗണപതി അടക്കം അങ്ങനെ 3 ഗജവീരന്മാർ വേറെയുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പേരൊന്നും. അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ ആനകളെല്ലാം നിരത്തി, പിന്നെ പാപ്പാമാർക്കും ആനകൾക്കൊക്കെ വലിയൊരു ആവേശവും കാര്യങ്ങളൊക്കെ ആയിട്ട് തലപ്പൊക്ക മത്സരം ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രൗണ്ടായിരുന്നു കേട്ടത്. കാലത്ത് 10 മണി ആവുന്നുള്ളൂ കേട്ടോ. ചുട്ടുപൊള്ളുന്ന വെയിലും ചൂടൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതിനിടയിൽ നമ്മൾ വെയിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആനപ്പരിപാടിയെല്ലാം കഴിഞ്ഞു. തിരിച്ചു പോവാൻ പോകുന്നൊരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി കാണുന്നത് വരെ എല്ലാവർക്കും